ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2019 ജനുവരി 25 ജോൺസ് അക്കർലൻ സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റായിട്ട് OTT റിലീസ് ചെയ്ത സിനിമയാണ് പോളാർ എന്നുള്ള ചിത്രം. ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറി ഉൾപ്പെടുത്താവുന്ന സിനിമയും കൂടിയാണ്. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമ ഏകദേശം 1 മണിക്കൂറും 58 മിനിറ്റുമാണ് ദൈർഘ്യം വരുന്നത്. പെർഫെക്റ്റ് റണ്ണിങ് ടൈം എന്ന് പറയേണ്ടിയിരിക്കുന്നു. സിനിമയുടെ ഒരു ഓൺലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കൈസർ എന്ന് പറയുന്ന ഒരു ഓൾഡ് ടോപ്പ് അസാസിൻ ഗ്രൂപ്പിനെയാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയും കൂടെ ഉണ്ട്. ഈ കമ്പനിയുടെ നിർദ്ദേശങ്ങൾ അവർ പാലിച്ചുകൊണ്ടാണ് ഇവർ ഈ കമ്പനിയിൽ പണിയെടുക്കുന്നത്. കാരണം ആ കമ്പനിയുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു: 50 വയസ്സ് കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ തുടർന്ന് ജോലിയില്ല, കാരണം റിട്ടയർമെൻറ്റ് ചെയ്തോണം. റിട്ടയർമെൻറ്റ് ചെയ്യണവർക്ക് $29 മില്യൺ ആ കമ്പനി അവർക്ക് ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഒരു കാരണം കൂടെ ഉണ്ട്. അവരെ സൂയിസൈഡ് ചെയ്യുകയോ അവരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഈ പൈസ കിട്ടത്തില്ല, അവർക്ക് ബന്ധുക്കൾക്ക് പോവുകയില്ല, നേരെ ഈ കമ്പനിയിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഉടായ്പ കമ്പനി കൂടെ ആയിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് ഈ പഴയ അസാസിനെ കൊല്ലാൻ വേണ്ടി പുതിയൊരു അസാസിനെ ഈ കമ്പനി ഉണ്ടാക്കിയെടുക്കുകയും അതിൽ പഴയ അസാസിനെ ഒരു 4 പേര് തട്ടുകയും ലാസ്റ്റ് മിച്ചമുള്ള ഒരു വിസ്ല എന്ന് പറയുന്ന ടോപ്പ് അസാസിനുണ്ട്. അദ്ദേഹത്തിന് പഴയ അസാസിൻ വെച്ച് പുതിയ അസാസിൻ വെച്ച് പഴയ അസാസിനെ കൊല്ലാൻ ശ്രമിക്കുന്ന കഥയാണ് സിനിമയുടെ സ്റ്റോറിയിലാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ വിസ്ല എന്ന് പറയുന്നത് ഒരു സാധാരണ അസാസിൻ അല്ലായിരുന്നു. അദ്ദേഹം ഒരു മാരകമായിട്ടുള്ള അസാസിനാണ്. കാരണം വെച്ചാൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ അവർ വിളിച്ചുണർത്തും പോലെയാണ് ആയിപ്പോയത്. കാരണം വെച്ചാൽ ഒരുപാട് മാരക വയലൻസുകളുള്ള സിനിമയാണ്. അത്യാവശ്യം വയലൻസ് ഉണ്ട് ഈ സിനിമയിൽ, പിന്നെ അഡൽട്ട് കണ്ടൻറ്റും ഉണ്ട്. ഈ വിസ്ല എന്ന് പറയുന്ന ക്യാരക്ടർ ഗംഭീര ബിൽഡപ്പാണ് ഈ സിനിമയിൽ കാണിച്ചു തരുന്നത്. കാരണം അദ്ദേഹം എന്തായിരുന്നു ആരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പാസ്റ്റൊക്കെ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ സിനിമയ്ക്ക് 2 ഹാഫ് കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സിനിമ ഗംഭീര സിനിമ, ഒരു മിനി ജോൺ വിർക്ക് വിഷൻ എന്നൊക്കെ പറയാം. കാരണം ആ സംഭവമൊക്കെ ഇതിലൊക്കെ ഉണ്ട്. വെറൈറ്റി ആക്ഷൻ സീക്വൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. കാരണം വെച്ചാൽ കിടിലം വെടിയേപ്പുള്ള ഈ സിനിമയിലുണ്ട്. കാരണം വെച്ചാൽ സ്നൈപ്പർ ഷോട്ടായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് ഗൺ ഫൈറ്റ് എന്ന് പറയുന്നത് മറ്റേ ഗ്ലൗസിൽ മെഷീൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗൺസാണ്. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു യുണീക്ക് ഫീൽനെസ് എനിക്ക് ഫീൽ ചെയ്തു. സിനിമ ഗംഭീര സിനിമയാണ്. നിങ്ങൾക്ക് ആക്ഷൻ സിനിമകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് പോളാർ എന്ന് പറയുന്നത് ഈ ആക്ഷൻ ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ മേക്കിംഗ് സ്റ്റൈലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 1 മണിക്കൂറും 58 മിനിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു റണ്ണിങ് ടൈമാണ്. എഴച്ചിലൊന്നുമില്ല, നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പോളാർ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് ചിത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.